പടിഞ്ഞാറേക്കല്ലടയിലെ കോൺഗ്രസിനുള്ളിൽ ആഭ്യന്തര കലാപം. യൂത്ത് കോൺഗ്രസ് വിമതർ പാർട്ടി ഓഫീസ് പിടിച്ചെടുത്തു. തദ്ദേശ തിരഞ്ഞെടുപ്പിലുണ്ടായ കനത്ത പരാജയത്തെ തുടർന്നാണ് പാർട്ടിക്കുള്ളിൽ സ്വരച്ചേർച്ച ഉടലെടുത്തത്. കോൺഗ്രസ് ഭവന്റെ പേര് കരിയോയിലൊഴിച്ച് മായ്ച്ചു. പാർട്ടി ഓഫീസ് ഒരു വിഭാഗം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ താഴിട്ട് പൂട്ടുകയും ചെയ്തു. തദ്ദേശ തെരഞ്ഞെടുപ്പിലുണ്ടായ കനത്ത പരാജയത്തെ തുടർന്നാണ് പടിഞ്ഞാറേക്കല്ലടയിൽ കോൺഗ്രസിൽ സ്വരച്ചേർച്ച ഉടലെടുത്തത്. ഇതേ തുടർന്നാണ് യൂത്ത് കോൺഗ്രസ് വിമതർ ഓഫീസ് പിടിച്ചെടുത്തത്. കോൺഗ്രസ് ഭവന്റെ പേര് കരിയോയിലൊഴിച്ച് മായ്ച്ചു. പാർട്ടി ഓഫീസ് ഒരു വിഭാഗം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പിടിച്ചെടുത്ത് താഴിട്ട് പൂട്ടി. കഴിഞ്ഞ ദിവസം വൈകുന്നേരമായിരുന്നു സംഭവം. യൂത്ത് കോൺഗ്രസ് മുൻ ബ്ലോക്ക് പ്രസിഡന്റുമാരായ സുരേഷ് ചന്ദ്രൻ, കല്ലട നിതിൻ എന്നിവരുടെ നേതൃത്വത്തിൽ സംഘടിച്ചെത്തിയ 100ഓളം പ്രവർത്തകരാണ് പാർട്ടി ഓഫീസിന്റെ പേര് കരിയോയിൽ ഉപയോഗിച്ച് മായ്ച്ചത്. സുരേഷ് ചന്ദ്രൻ നിലവിലെ പഞ്ചായത്ത് അംഗമാണ്. കാരുവള്ളിൽ ഗോപാലപിള്ള സ്മാരക കോൺഗ്രസ് ഭവൻ പേരിൽ കോൺഗ്രസ് ഭവൻ എന്നത് നിലനിർത്തിയ ശേഷം ബാക്കിയുള്ള പേരുകളാണ് മായ്ച്ചത്. തുടർന്ന് സംഘർഷവും ഉണ്ടായി. ചീമൊട്ടയെറിയാനുള്ള ശ്രമം നടന്നതായും ആരോപണമുണ്ട്. ചില നേതാക്കളുടെ നേതൃത്വത്തിൽ നടന്ന ഏകാധിപത്യ നിലപാടുകളാണ് തെരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥികളുടെ പരാജയത്തിന് ഇടയാക്കിയതെന്ന ആക്ഷേപം ഉന്നയിച്ചാണ് പ്രവർത്തകർ പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. തെരഞ്ഞെടുപ്പിനെ കുറിച്ച് അവലോകനം പോലും നടത്താതെ വീണ്ടും കമ്മിറ്റി കൂടിയതാണ് പ്രവർത്തകരെ ചൊടിപ്പിച്ചത്. പഞ്ചായത്തിലെ വിവിധ വാർഡുകളിൽ റിബലുകളെ നിർത്തുകയും കോൺഗ്രസിന്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥികളെ തോൽപ്പിക്കുകയും ചെയ്ത നേതാക്കളെയും അവർക്ക് ഒത്താശ ചെയ്തവരെയും കോൺഗ്രസിൽ നിന്ന് പുറത്താക്കണമെന്ന് പ്രതിഷേധക്കാർ ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട.